Assalamualaikum. Welcome back to my YouTube channel and Fatima. I hope all of you doing good. So നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ആമസോൺ ഹോൾ വീഡിയോ ആണ്. ആമസോണിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് വിന്റർ വിയേഴ്സിന്റെ ഹോൾ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. എല്ലാം തന്നെ നല്ല അഫോർഡബിൾ റേറ്റിൽ വന്നിട്ടുള്ള വിന്റർ വിയേഴ്സ് ആണ്, ലൈക്ക് സ്വെറ്റ് ഷർട്ട്സ് ആണ്. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി നമർത്താൽ ഞാൻ ഇനിയും അടിപൊളി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. സോ വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു റെഡ് കളറിൽ വരുന്ന ഒരു സ്വെറ്റ് ഷർട്ട് ആണ്. നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ലിയോട്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെതാണ്. 349 rupees മാത്രമേ ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ. ആൻഡ് ഞാൻ എടുത്തിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് XL ആണ്. XL എനിക്ക് മതിയാവുമെന്ന് തോന്നുന്നു. എന്തായിട്ട് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയാണ്. ആൻഡ് 349 rupees എന്തായിട്ടും ടോട്ടൽ വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ആ ഒരു റേറ്റിന് ഇത്രയും നല്ല ക്വാളിറ്റി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അത്രയും നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഫുൾ സ്ലീവ്സ് ആണ്, അത്യാവശ്യം നല്ല ലൂസിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ല ഫുൾ സ്ലീവ്സിന്റെ എൻഡിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു കഫ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്വെറ്റ് ഷർട്ടിന്റെ അടിയിലും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു കാണുന്നുണ്ട്, ഓക്കെ, ഇങ്ങനെ ഒരു കഫ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെ നല്ല ഒരു കുറച്ച് ഹൈ ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല രസമുള്ള ഒരു റെഡ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ആ റേറ്റിന് അടിപൊളിയാണ്, നല്ല വേർത്താണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താ വിന്റർ വിയേഴ്സ് ലൈക്ക് സ്വെറ്റ് ഷർട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് വൺ. നല്ല ക്വാളിറ്റിയിൽ ആ റേറ്റിന് 350 രൂപക്ക് എന്തായിട്ടും ടോട്ടൽ വേർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു സ്വെറ്റ് ഷർട്ട് എന്ന് പറയുന്നത്. ഞാൻ അത്യാവശ്യം ലിയോട്യൂഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മൾ ആമസോണിലും അതുപോലെ തന്നെ വേറെ സൈറ്റ്സിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അതിന്റെ ടീഷർട്ട്സ് ഒക്കെ നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് XL ആണ്. ആൻഡ് റേറ്റ് 349 rupees ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായിട്ടൊന്ന് ചെക്ക്ഔട്ട് ചെയ്തോക്കാം. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. സോ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ കളറിൽ വരുന്നുള്ള ഒരു ഫുൾ സ്ലീവ് ടീഷർട്ട് ആണ്. ഇത് പിക്ചറിൽ കാണാൻ നല്ല രസമുണ്ടായിട്ട് ആ ഒരു മോഡൽ ഇട്ടിട്ട്. അപ്പൊ ഈ ഒരു കളറും എനിക്ക് ഇഷ്ടമായി. എനിക്കൊന്ന് ഇതിന്റെ വേറെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്തോക്കാം, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും. സോ ഈ ഒരു ഗ്രീൻ കളറാണ് ഞാൻ ചൂസ് ചെയ്തത്. എനിക്ക് ആ ഒരു മോഡൽ ഇട്ടിട്ട് ഇഷ്ടമായി. ഞാൻ കുറേ നാളായിട്ട് വിഷ് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ടായ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ യോക്ക് പോർഷനിൽ 3 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. 3ഉം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഹൈ ആയിട്ടുള്ള നെക്ക് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് നല്ല ഫുൾ സ്ലീവ്സ് വന്നിട്ടുണ്ട്. കുറച്ച് ഇങ്ങനെ ഡ്രോപ്പ് ഷോൾഡർ ടൈപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലൈക്ക് ഷോൾഡർ പക്ക ഇവിടെ അല്ല വന്നിട്ടുള്ളത്, കുറച്ചിങ്ങനെ ഡ്രോപ്പ് ആയിട്ടുള്ള ഷോൾഡർ ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ഫുൾ സ്ലീവ് എൻഡിൽ ഇങ്ങനെ ഒരു കഫ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഫോക്കസ്, ഓക്കെ, ഇങ്ങനെ കഫ് ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചേർഡ് മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു ടെക്സ്ചേർഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കളർ കാണാൻ നല്ല രസമുണ്ടായിട്ടോ. കളർ കണ്ടിട്ടാണ് ഞാൻ മെയിൻ ആയിട്ടും ചൂസ് ചെയ്തിട്ടുണ്ടായത്. ഇതിന്റെ അടിയിൽ നമുക്ക് ഇങ്ങനെ കഫ് ഡീറ്റെയിലിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. ലൈക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ഫുൾ സ്ലീവ് ടീഷർട്ട് പോലെയാണ് ഉള്ളത്. ആൻഡ് ഓൾസോ വലിയ തിക്നെസ്സും ഇല്ല കേട്ടോ. അതായത് നമുക്കിത് കണ്ടോ, വലിയ തിക്നെസ് ഒന്നും ഇല്ല. ജസ്റ്റ് ഒരു നോർമൽ ഒരു ഫുൾ സ്ലീവ് ടീഷർട്ടിന്റെ ആ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ലെയറിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല വിന്റേഴ്സിൽ നമുക്ക് നല്ല സ്യൂട്ട് ആയിരിക്കും ഈ ഒരു ഫുൾ സ്ലീവ് ടീഷർട്ട്. കാണാനും നല്ല രസമുണ്ട്. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സൈസ് ഞാൻ എഗെയിൻ എടുത്തിട്ടുള്ളത് XL ആണ്. സൈസ് എടുത്തിട്ടുള്ളത് XL ആണ് ഞാൻ സൈസ് എടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ റേറ്റ് വരുന്നത് 494 rupees ആണ്. ആ റേറ്റിന് വേർത്ത് ആണ്. ലൈക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്. തിക്നെസ് ഇല്ലാന്നേ ഉള്ളൂ, പക്ഷെ നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയാണ്. ഞാൻ ക്ലോസ് ഷോട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ടോ, നല്ല ക്വാളിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ 494 rupees വേർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. കുറച്ച് നല്ല ലൂസ് ഫിറ്റിലാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. എന്തായിട്ടൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. സോ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു സ്വെറ്റ് ഷർട്ട് ആണ് കേട്ടോ. സ്വെറ്റ് ഷർട്ട് അല്ല, ഇതും എഗെയിൻ ഒരു ടീഷർട്ട് തന്നെയാണ്. സോ ഇതിങ്ങനെ ഹുഡഡ് ആയിട്ട് വരുന്നുള്ള ഒരു ടീഷർട്ടാണ്. ആൻഡ് ഭയങ്കര ഇങ്ങനെ ലൈക്ര മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ല സ്ട്രെച്ചബിൾ ആണ്. കുറച്ച് ഹുഡഡ് ടൈപ്പ് ആണ്. അതായത് ഈ ഒരു ഹുഡ് ഉണ്ട് ഇതിന്റെ കൂടെ. സോ ഇതാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ക്ലോസ് ഷോട്ട് കാണിച്ചു തരാം. ലൈക്ര മെറ്റീരിയൽ ആണ്, ബട്ട് സ്റ്റിൽ നല്ല ക്വാളിറ്റി ഉണ്ട്. ആൻഡ് ഓൾസോ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു കളർ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ഒരു സീ ബ്ലൂ ആ ഒരു കളർ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഹുഡായിട്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ ഒരു ടൈ കൊടുത്തിട്ടുണ്ട്, നമുക്കിങ്ങനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് നല്ല ഫുൾ സ്ലീവ്സിലാണ് ഇതും വന്നിട്ടുള്ളത്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ, സ്ലീവ്സിന് നല്ല ലെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു ലെങ്ത്തും ഉണ്ട്. നമുക്ക് ടോപ്പ് പോർഷനിലായാലും
അത്യാവശ്യം ഒരു ലെങ്ത് വരുന്നുണ്ട് ഇതിന്. ആൻഡ് ഇതിന്റെ എൻഡിൽ നമുക്ക് ഇങ്ങനെ ഒരു കഫ് ഡീറ്റെയിലിംഗ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു സെപ്പറേഷൻ പോലെ ഒരു സെപ്പറേഷൻ പോലെ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്താ ഫോക്കസ് ആവാത്തെ? ഓക്കെ, ഇങ്ങനെ സെപ്പറേഷൻ പോലെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ ഫ്രണ്ടിൽ നമുക്ക് പോക്കറ്റ്സും അവൈലബിൾ ആണ്. ഇവിടെ ഇങ്ങനെ 2 പോക്കറ്റ്സും അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല മെറ്റീരിയൽ ഉണ്ട്. നമുക്കിങ്ങനെ നല്ല ഇങ്ങനെ ഒരു തുളുമ്പുന്ന ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയൽ ആണ്. നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത് ലൈക്ര മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ആൻഡ് നല്ല രസമുണ്ട്. എനിക്കൊന്ന് ഇതിന്റെയും വേറെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളേഴ്സ് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. എനിക്ക് കണ്ടതിൽ കുറച്ചുകൂടി ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് ഈ ഒരു കളറാണ്. നല്ല രസമുണ്ട്. ഈ ഒരു കളർ കോമ്പിനേഷൻ കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇതും എഗെയിൻ ഞാൻ സൈസ് എടുത്തിട്ടുള്ളത് XL ആണ് ഞാൻ സൈസ് എടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ റേറ്റ് വരുന്നത് 425 rupees ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ആ ഒരു റേറ്റിന് എന്തായിട്ടും ടോട്ടൽ വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നല്ല റേറ്റ് ആണ് കേട്ടോ. ഈ ഒരു ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ആ റേറ്റ് ഈസ് നല്ല വർത്ത് ആണ്. 425 rupees എന്ന് പറയുന്നത്. XL ആണ് ഞാൻ എടുത്തിട്ടുള്ള സൈസ് എന്ന് പറയുന്നത്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടൊന്ന് ചെക്ക്ഔട്ട് ചെയ്തോക്കാം. എനിക്ക് എന്തായിട്ടും നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല രസമുള്ള, കാണാൻ നല്ല രസമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സോ ഇതാണ് നമ്മുടെ 4th പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. 4th അല്ലേ, സെക്കൻഡ് പ്രൊഡക്റ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ 3rd പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് താഴെ കമന്റ് സെക്ഷനിൽ പറയാം. സോ ഇതാണ് കേട്ടോ നമ്മുടെ പ്രൊഡക്റ്റ്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 4th പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു വിന്റർ പാൻസ് ആണ്. ലൈക്ക് നമുക്ക് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ വരുന്നുള്ള വിന്റർ പാൻസ് ആണ്. ഇത് ഒരു PJ പാൻസ് ആണ്. പക്ഷെ ഇതെനിക്ക് സൈസ് ആവും തോന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇതെനിക്ക് ചെറുതാവാനാണ് ചാൻസ് കൂടുതലും ഉള്ളത്. കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് കേട്ടോ. സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ സൈസ് ഏതാ ഞാൻ ചൂസ് ചെയ്ത്? സൈസ് ഇവിടെ കൊടുത്തിട്ടില്ല. ഞാൻ എന്നിട്ടും സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം എത്രയാണ് സൈസ് എന്നുള്ളത്. സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് കുറെ ഒരു ബേറൊക്കെ ആയിട്ട് സ്റ്റാർസ് അങ്ങനെയൊക്കെ ആയിട്ട് ഷൂട്ടിംഗ് സ്റ്റാർസും ബേറൊക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു PJ പാൻറ് ആണ്. ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് കാണിച്ചു തരാം. അങ്ങനെ വരുന്നുള്ള ഒരു PJ പാൻറ് ആണ്. എലാസ്റ്റിക് ആണ് വേസ്റ്റ് വന്നിട്ടുള്ളത്. നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ആൻഡ് നല്ല നൈസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ ഒരു വാം ആയിട്ടുണ്ടാവുന്ന നല്ല ബോഡി നല്ല വാം ആയിട്ട് കീപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ആൻഡ് ഭയങ്കര തിക്കൊന്നും അല്ല, എന്നാൽ ഭയങ്കര തിന്നും അല്ലാത്തൊരു ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ലൈക്ക് ഭയങ്കര നമുക്ക് അങ്ങനെ ഒരു ഹെവി ഫീലും ഉണ്ടാവില്ല, എന്നാൽ ഭയങ്കര ലൈറ്റും അല്ല. നമുക്ക് അത്യാവശ്യം നല്ലൊരു വാം തരുന്നുള്ള, നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം വാം തരുന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു കളർ പാറ്റേൺ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. എനിക്കൊന്ന് ഇതിന്റെ വേറെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു പാറ്റേൺസ്. അപ്പൊ ഞാൻ ഇതാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ 4th പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതും എഗെയിൻ വർത്ത് ഫോർ ദ മണി ആയിരിക്കും. കാരണം ഞാൻ എല്ലാം റേറ്റ് നോക്കിയിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്തായിട്ട് വർത്ത് ആയിരിക്കും. റേറ്റ് എത്രയാണെന്നുള്ളതും അതുപോലെ ഞാൻ ഏത് സൈസാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളതെന്നും ഞാൻ ഒരു സൈഡിൽ കൊടുക്കാം. എന്നിട്ട് ഇത് കണ്ടിട്ട് ഇത് എനിക്ക് സൈസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇട്ടിട്ടുള്ള വീഡിയോ ഇവിടെ സൈഡിൽ ഉണ്ടാവും. എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇത് സൈസ് ആവുമെന്ന്. സോ ഇതാണ് നമ്മുടെ 4th പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ചെക്ക്ഔട്ട് ചെയ്തൊക്കെ. സോ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എഗെയിൻ ഒരു സ്വെറ്റ് ഷർട്ട് ആണ്. പക്ഷെ ഇത് നല്ല തിക്കായിട്ട് വരുന്നുള്ള ഒരു സ്വെറ്റ് ഷർട്ട് ആണ്. നല്ല തിക്നെസ്സിലാണ് ഇത് വരുന്നത്. അപ്പൊ ഇത് കണ്ടോ, നമ്മൾ മറ്റേ കളർ തിയറി പോലെ ആവുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് ഡള്ളായി, എടുക്കുമ്പോൾ ലൈറ്റായി അല്ലേ? നിങ്ങൾക്ക് ഫീൽ ആവുന്നില്ല? കണ്ടോ ഇതല്ലേ? ഓക്കെ. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഒരു നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ ഫുൾ ഫ്ലോറൽ പാറ്റേൺ ആയിട്ടാണ് ഈ ഒരു സ്വെറ്റ് ഷർട്ട് വരുന്നത്. ആൻഡ് ഓൾസോ നല്ല തിക്കാണ്. ആൻഡ് അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉണ്ട് ഇതിന്. അത് നമുക്ക് അത്യാവശ്യം നല്ല വാമായിട്ടുണ്ട് കേട്ടോ. ഫുൾ സ്ലീവ്സ് ആണ് വരുന്നത്. സ്ലീവ്സിലും ഫുൾ നമുക്ക് ഈ ഫ്ലോറൽ പാറ്റേൺ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ടോട്ടലി ഫുൾ ആയിട്ട് ഫ്ലോറൽ പാറ്റേൺ ആണ്. ആൻഡ് ഇവിടെ എൻഡിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു കഫ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്വെറ്റ് ഷർട്ടിന്റെ എൻഡിലായിട്ടും നമുക്ക് സെയിം ആ ഒരു കഫ് ഡീറ്റെയിലിംഗ് കാണാൻ പറ്റും. ഫ്രണ്ടിലും ബാക്കിലും സ്ലീവ്സിലും ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ കാണാൻ പറ്റും കേട്ടോ. കുറച്ച് ഹൈ ആയിട്ടുള്ള റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. നല്ല തിക്ക് ഉണ്ട് കേട്ടോ ഇത് സംഭവം. ഞാൻ ക്ലോസ് ഷോട്ട് കാണിച്ചു തരാം. അത്യാവശ്യം ഒരു തിക്നെസ്സിലാണ് നമ്മൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെയും കാണിച്ചത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു തിക്നെസ്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ, ഇത് നമ്മൾ എന്താ പറയുക, ബേബീസിനൊക്കെ നമ്മൾ
പുറത്തൊക്കെ പോകുമ്പോൾ റാപ്പ് ചെയ്യൂലേ ആ ഒരു സംഭവത്തിൻ്റെ അതുപോലെയാണ് കേട്ടോ ഒരു തിക്നെസ് ഉള്ളത്. നമ്മൾ ബേബീസിന് പുറത്തൊക്കെ പോകുമ്പോൾ റാപ്പ് ചെയ്യുന്ന ആ സംഭവത്തിൻ്റെ പോലത്തെ ഒരു ബേബി ഹഗ്ഗിൻ്റെ ഒരു സാറൊക്കെ ഉണ്ടായിരുന്നു, അതുപോലത്തെ സെയിം ആ ഒരു ടൈപ്പിൽ അത്രയും ആ ഒരു വാമത്ത് കിട്ടുന്ന ടൈപ്പ് ഓഫ് ഒരു തിക്നെസ്സിലാണ് ഇത് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 679 rupees അങ്ങനെ എന്തോ ആണ്, 670 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് ഓഫ് കോഴ്സ് XL ആണ് ഞാൻ സൈസ് എടുത്തിട്ടുള്ളത്. എനിക്ക് സൈസ് കറക്റ്റ് ആവും തോന്നുന്നു. എന്തായിട്ട് ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും, ചെക്കൗട്ട് ചെയ്ത് നോക്കാം. എന്താ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, അതുകൂടി ഒന്ന് നോക്കാം. ആൻഡ് ഇതിൻ്റെ സൈസ് XL ആണ്. റേറ്റ് 670 സംതിങ് ആണ്, എനിക്ക് 679 ആണെന്ന് തോന്നുന്നു മോസ്റ്റ്ലി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ സാറ ബാക്കിൽ നിന്നെന്തോ പണിയൊപ്പിക്കുന്നുണ്ട്, ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലെങ്ത് വരിക നമുക്ക് എന്താ നമ്മൾ ബട്ടക്സിൻ്റെ അത്രയൊക്കെ ആയിരിക്കും കേട്ടോ ലെങ്ത് വരുന്നുണ്ടാവുക. നല്ല വലിയ ലെങ്ത് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് നമുക്കൊരു ടോപ്പിൻ്റെ ഒക്കെ ലെങ്ത് അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ. സോ അത് അത്രയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ലൂസ് ബാഗി ജീൻസിൻ്റെ ഒക്കെ നമുക്ക് കൂടെ തയ്യാറാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ടായത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ വാട്ട് ടു ഡു, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലി കസിൻസ് ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഞാൻ ഇന്നിട്ടുള്ള ഈ ടോപ്പ് ഈസ് ഫ്രം യെല്ലോ, നമ്മൾ കാലിക്കറ്റിലുള്ള യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ഈ ഒരു ടോപ്പ് എന്ന് പറയുന്നത് ഇത് ചെറിയൊരു ടോപ്പാണ്, നമുക്ക് ബട്ടക്സിൻ്റെ അത്രക്കും വരെയൊക്കെ ഉണ്ടാകുന്ന ഒരു ടോപ്പാണ്. ആൻഡ് സ്ലീവ് നല്ല ഫുൾ സ്ലീവ് അല്ല, ഫുള്ളും അല്ല, ഒരു 3/4 അല്ലാത്ത അത്രയും ഒരു ലെങ്ത്തിൽ എലാസ്റ്റിക്കേറ്റ് വരുന്നുള്ളൊരു സ്ലീവാണ്. ബട്ടൺസ് ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യും, എനിക്ക് ഇന്ന് കിട്ടിയല്ലോ കേട്ടോ. അപ്പോൾ ഫുൾ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെക്സിൽ വരുന്നുള്ള ഒരു ടോപ്പാണ്. എനിക്ക് നല്ല രസമുണ്ടെന്ന് തോന്നുന്നു. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ വാട്ട് ടു ഡു, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലി കസിൻസ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്സ് ആണ് താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്തറിയിക്കുക. ഇനിയും ഒരുപാട് ആമസോണും അതുപോലെ തന്നെ മീഷോ ഹോളും മിന്ത്ര ഹോളൊക്കെ ആയിട്ട് അജിയോ ഹോളൊക്കെ ആയിട്ട് ഞാൻ വരുന്നത്. ഇപ്പം എല്ലാവർക്കും മീഷോനേക്കാളും കൂടുതൽ ഇഷ്ടം അജിയോനോടാണ് കേട്ടോ. എന്താ അറിയില്ല, എല്ലാവരും മാറിപ്പോൾ തുടങ്ങിയെന്ന് തോന്നുന്നു. സോ ഇനിയും മോർ ആൻഡ് മോർ അജിയോ ഹോളും അജിയോ കിഡ്സ് വെയർ ഒക്കെ വരാനുണ്ട്. സോ അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ, സ്റ്റേ കണക്റ്റഡ്, ബൈ.